ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഹോണറ്റ് വണ്ടിയുടെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് ലീക്കായിട്ട് നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് കേട്ടോ. അപ്പം നിലവിൽ നമ്മളതിൻ്റെ കവറിങ് മാത്രം അഴിച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ബോൾട്ട്, ഇവിടെ തന്നെ ഈ ബോൾട്ടിൻ്റെ ഉണ്ടല്ലോ ത്രെഡ് പോയി കിടക്കാൻ കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ വേറെ ഷോപ്പിൽ അങ്കമാലിൽ. അപ്പോൾ ടൈറ്റ് ചെയ്തപ്പോൾ കംപ്ലയിൻറ്റ് വന്നേക്കണതായിരിക്കാം. ഈ ബോൾട്ട് ടൈറ്റ് ആവില്ല, അതിൻ്റെയാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ 2 ബോൾട്ട് വരാം, ഒരു ബോൾട്ട് കുഴപ്പമില്ല, ഒരു സൈഡ് ബോൾട്ടാണ് ലീക്ക്. ആ സൈഡിൽ തന്നെയാണ് ഇവിടെ എഞ്ചിൻ ഓയിൽ ലീക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനത് അഴിച്ച് നോക്കിയിട്ട് എൻ്റെ കണ്ടീഷൻ എന്തായാലും നമുക്കത് ക്ലിയർ ചെയ്യാണ്ട് പറ്റില്ലല്ലോ, കാരണം നല്ല രീതിയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ അഴിച്ചതിന് ശേഷം കൃത്യമായിട്ട് എൻ്റെ കണ്ടീഷൻ കാണിക്കാം. അപ്പോൾ അതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്കതിൻ്റെ ആ ത്രെഡിങ് നമ്മൾ പുറമെ ലേത്തി കൊണ്ടുപോയിട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടിമേന്ന് എഞ്ചിൻ നമുക്ക് പുറത്തെടുത്തിട്ട് വേണം അത് കൊണ്ടുപോയി ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഫിഗറാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനകത്ത് ലെയ്ത്ത് വർക്ക് തന്നെ എമൗണ്ടിലൊക്കെ ചെറിയ വേരിയേഷൻസ് വന്നേക്കും. അത് നമുക്ക് ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ എന്തായാലും അഴിച്ച് നോക്കിയിട്ട് എൻ്റെ കണ്ടീഷൻ പറയാം, കാണിച്ചു തരാം. അത് ഞാൻ ബോൾട്ടിൻ്റെ ത്രെഡ് പോയിക്കണാണ്. അപ്പോൾ ആ ത്രെഡ് റെഡി ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാനായിട്ട്. എൻജിൻ ഹെഡ് ഓവർഹോളിങ് ചെയ്തതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ക്ലിയർ ചെയ്ത് കയറ്റാം. കാർബറേറ്റർ ആയാലും നമ്മൾ അഴിക്കുകയോ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, എന്തായാലും അവിടെ ചെയ്തേക്കണതുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ലീക്കിൻ്റെ ഒരു പ്രൊസീജിയർ മാത്രമാണ് നമ്മൾ ചെയ്യണത്. ഈ ലീക്ക് മാറ്റാം എന്നുള്ളതിൻ്റെ ആ ഒരു കേസ് മാത്രമാണ് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ ഭാഗം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. നിലവിൽ ശരിക്കും നമുക്ക് ഈ ത്രെഡിൻ്റെ പ്രശ്നമുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ കറക്റ്റായിട്ട് പിരി കാണാൻ പറ്റും. ഇവിടുത്തെ പിരി ശരിക്കും ഒരു മങ്ങിയ പോലെ നിൽക്കണുണ്ട്, കാരണം അത്രയും പിരി അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിഞ്ഞു പോയേക്കണതാണ്. ആ ബോൾട്ടിൻ്റെ ത്രെഡ് പോയേക്കണമെന്ന് പറയും. ഇപ്പോൾ ശരിക്കും നമുക്ക് ഈ എൻജിൻ ഈ രീതിയിൽ കൊണ്ടുപോയി ലേത്തി കൊടുത്തിട്ട് ആ ത്രെഡ് നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമുക്കതിൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ഈ ത്രെഡ് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ എൻജിൻ ഇതേപോലെ വണ്ടിമേ നിന്ന് പുറത്തെടുക്കേണ്ടതായിട്ട് വന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിമേ തന്നെ നിർത്തി, ഗ്യാസ്കറ്റിൻ്റെ പ്രശ്നം മാത്രമാണെങ്കിൽ വണ്ടിമേ തന്നെ നിർത്തി അഴിച്ച് നമുക്ക് മാറ്റാവുന്നതുള്ളൂ. ഇനി നമുക്കിത് ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് ത്രെഡ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ഈ ഭാഗത്ത് ബോൾട്ട് ത്രെഡ് വലിയ പ്രോബ്ലം കാണുന്നില്ല. അത് നമ്മൾ ത്രെഡ് ഒന്നുകൂടി ചെക്ക് ചെയ്യും. കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ രണ്ടും കൂടി ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇത് ചെയ്തിട്ട് മറ്റേതിനിപ്പോൾ ടൈറ്റ് ചെയ്യണ നേരത്ത് ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ വീണ്ടും അഴിച്ച് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ്കറ്റൊക്കെയാണ്. അപ്പോൾ ഗ്യാസ്കറ്റ് നമുക്ക് വൺ ടൈമാണ്, ഒരു പ്രാവശ്യമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇതുമ്പോൾ തന്നെ നോക്കുമ്പോൾ ഇതുമേത്തെ ഒരു കോട്ടിങ്ങൊക്കെ പൊളിഞ്ഞു പോയേക്കുന്നത് കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്യാസ്കറ്റ് കോട്ടിങ് ആണത്. അതേപോലെ തന്നെ ഈ സിലിണ്ടറിൻ്റെ അടിയിൽ വരുന്നതും ഇത് പേപ്പർ ടൈപ്പ് ഗ്യാസ്കറ്റ്, ആ പച്ച കളറിലുള്ള അതൊക്കെ ഒരു പ്രാവശ്യമാണ് ശരിക്കും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു പ്രാവശ്യം നമ്മൾ ടൈറ്റ് ചെയ്ത് പിന്നെ എൻജിൻ ചൂടായി നോർമൽ ഹീറ്റിംഗ് വരുന്ന സമയത്ത് അത് സീറ്റിംഗ് ആവുകയാണ് ചെയ്യാം. രണ്ടാമത് അത് അഴിച്ചിട്ട് പിന്നെ സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നിൽക്കില്ല, ഗ്യാസ്കറ്റ് ലീക്ക് വരും. അതുകൊണ്ട് നമുക്ക് ഗ്യാസ്കറ്റ് എന്തെങ്കിലും നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ അഴിച്ച് ഗ്യാസ്കറ്റ് മാറ്റാനായിട്ട് നോക്കണ സമയത്തുണ്ടല്ലോ അതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ചെറിയ സ്ക്രാച്ചസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ റെഡ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിൻ്റെ ഉള്ളിൽ 1-2 വരകൾ നല്ല രീതിയിൽ വീണിട്ടുണ്ട്, സ്ക്രാച്ചസ് ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് നോക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലും നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിക്കും സിലിണ്ടർ പിസ്റ്റണിൽ വരുന്ന തേമാനാണത്. അത് നമുക്കിപ്പോൾ ഈ അഴിക്കണ കൂട്ടത്തിൽ കൂടെ നമുക്ക് പിസ്റ്റണിൻ്റെ ഈ മുകളിലുള്ള ഈ റിങ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് തൽക്കാലം മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് കവർ ചെയ്ത് പൊക്കോളും. ഇതെന്താ കേസെന്ന് വെച്ചാൽ അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ട് ഓയിൽ കയറി കത്തി പുക വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം ഈ സിലിണ്ടറിൻ്റെ പിസ്റ്റണിൻ്റെ ഈ റിങ്സ് സെറ്റ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഏകദേശം ഒരു 450 രൂപ അങ്ങനെ എന്താണ് അതിൻ്റെ റേറ്റ് വരാം. അത് മാത്രം തന്നെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ നാളും കൂടി കിടന്നോളും. നിലവിൽ സ്ക്രാച്ച് ഉണ്ട്, അപ്പോൾ കംപ്ലയിൻറ്റ് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ റിങ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ റിങ്സിൻ്റെ ആ ഒരു പെർഫെക്ഷനിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയേക്കും കേട്ടോ. നമ്മൾ ഗ്യാസ്കറ്റ് മാറ്റി ഓയിൽ ലീക്കിൻ്റെ കേസ് നമുക്ക് ക്ലിയർ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഒരു സിലിണ്ടറിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു റിസ്ക് നമുക്ക് നിൽക്കുന്നുണ്ട്, അത് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനിപ്പോൾ നാളെ ലെയ്ത്തിൽ കൊടുത്ത് നേരത്തെ കിട്ടിയാലാണ് നമുക്കത് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഗ്യാസ്കറ്റ് മാത്രം മാറ്റിയാൽ മതി എന്നിട്ട് നമുക്ക് നാളെ ക്ലോസ് ചെയ്ത് എടുക്കാറുണ്ട്. പക്ഷേ ഇത് ഈ ലെയ്ത്ത് വർക്ക് വന്നതുകൊണ്ട് അത് പുറമെ വന്ന വർക്കാണ്, നമ്മളടുത്ത് ചെയ്യണ കേസല്ല. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡിലേ, അവരുടെ താമസം, ലെയ്ത്തിൽ നിന്ന് കിട്ടാൻ താമസം വന്നാൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും താമസം വരും കേട്ടോ.
എന്തായാലും നമുക്ക് ആ ലീക്കിൻ്റെ കേസ് ക്ലിയർ ചെയ്ത് തരാം. 100% നമുക്ക് കംപ്ലയിൻ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ സംഭവിച്ച കാര്യങ്ങൾ. ആ ത്രെഡ് കംപ്ലയിൻറ്റ് വന്നേർന്നാണ് ഈ പറഞ്ഞ മൊത്തം പ്രോബ്ലം ഉണ്ടാവാനായിട്ടുള്ളൊരു കാരണം. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയാലേ. ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരും. നമുക്ക് ഈ ലെയ്ത്തിൽ വന്ന വർക്കൊക്കെ അഡീഷണൽ വന്ന വർക്കാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നാളെ ലെയ്ത്ത് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്രയാണ് അവിടുത്തെ എമൗണ്ട് വരാമെന്ന്. ഏകദേശം ഒരു ഫിഗർ പറയാം, അങ്ങനെ പറ്റുള്ളൂ. 100% കറക്റ്റ് ആയിരിക്കണമെന്നില്ല കേട്ടോ. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കും.